കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ പുളിക്കൽ പഞ്ചായത്തിൽ പ്രാദേശിക CPM നേതാവിന്റെ മകളുടെ പേര് വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തതായി പരാതി. ലാസ്റ്റ് 2 ദിവസത്തെ ഒരു വോട്ട് ചേർത്താനുള്ള ഒരു അവസരം വന്നപ്പോൾ ആ ഒരു അവസരത്തെ ഉപയോഗിച്ച് ആ സമയത്ത് എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ഈ ഒരു ക്രമക്കേട് അവിടെ നടത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾ എല്ലാവരും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഞാൻ പുളിക്കൽ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ഞങ്ങളെല്ലാവരും ക്രമക്കേടുകൾ എല്ലാ വാർഡുകളിലെയും ഈ വോട്ടർ പട്ടിക ചെക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെയധികം ഇതിൻ്റെ രേഖകൾ തേടി പോവുകയും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായി ബർത്ത് സർട്ടിഫിക്കറ്റിൽ 19/2/2007 എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാവിധ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ ഒരു ക്രമക്കേടിൽ നിന്ന് CPMനോ ഇടതുപക്ഷത്തിനോ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത് പുളിക്കൽ പഞ്ചായത്തിലെ പല മേഖലകളിലും ഇപ്പോൾ എല്ലാവരും, പുളിക്കൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെയും കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ പോലും CPMൻ്റെ സ്വാധീന മേഖലകളിൽ, അതുപോലെ തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നിശ്ചിത സമയപരിധിക്കുള്ളിൽ 18 വയസ്സ് തികയാത്ത മകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകിയതായി യൂത്ത് ലീഗ് ഭാരവാഹികളായ സഫ്വാൻ മംഗലത്ത്, ഷംസീർ കരിമ്പൻ, KK ഫൈസൽ, KK മുഹമ്മദ് ഷാഫി, MK സലീൽ, N ഉബൈദ്, KM നൌഷാദ് എന്നിവർ അറിയിച്ചു. ആ കുട്ടിക്ക് നിലവിൽ 1/1 മാനദണ്ഡം അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് മാനദണ്ഡം അനുസരിച്ച് 1/1/2007 കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണമെന്നാണ്. എന്നാൽ ഈ കുട്ടിക്ക് 19/2/2017 ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡ പ്രകാരം ഒരിക്കലും ആ കുട്ടിക്ക് ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയില്ല. എന്നാൽ വ്യാജരേഖ ചമഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായി തന്നെ നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനായ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് എന്നിവർക്കും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി ഒരു ഫോർജറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. വ്യാജരേഖ ചമച്ചുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടെ തന്നെയാണ് ഈ ഒരു ക്രമക്കേട് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പുളിക്കൽ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും എല്ലാ 24 വാർഡുകളിലും ഈ ഒരു ക്രമക്കേട് നടന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് വോട്ട് ചേർത്തിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ ക്രമക്കേടിന് കൂട്ടുനിന്നതായും അവർ ആരോപിച്ചു. പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.